ട്രംപിനെ വിറപ്പിച്ച ഉത്തരകൊറിയ എന്നും ലോകത്തെ ഭയപ്പെടുത്തുന്നതും ലോകത്തിന് ഭീഷണിയാകുന്ന തരത്തിലുമുള്ള നീക്കങ്ങളാണ് ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത്. അതിന് ചുക്കാൻ പിടിച്ച മുന്നിൽ നിൽക്കുന്നതോ ഉത്തര കൊറിയയുടെ സ്വന്തം കിം ജോങ് ഉൻ. ഇപ്പോഴിതാ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ. ഇതിലൂടെ ഉത്തര കൊറിയ ലക്ഷ്യം വെക്കുന്നത് ആരെയൊക്കെയാണ്? ഇതിന് ഉത്തര കൊറിയയ്ക്ക് ആരുടെയൊക്കെ പിന്തുണയാണ് ലഭിക്കുന്നത്? എതിർക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും? നോക്കാം വിശദമായി. രണ്ടാഴ്ചക്കിടയിൽ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണവുമായി ഉത്തര കൊറിയ. ചൈനീസ് അതിർത്തിക്ക് അടുത്തുള്ള ഉത്തര കൊറിയയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് ഹ്രസ്വദൂര മിസൈലാണ് വിക്ഷേപിച്ചതെന്നും ഏകദേശം 700 കിലോമീറ്റർ സഞ്ചരിച്ചെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയുടെയും യുഎസിന്റെയും നിരീക്ഷണ സംവിധാനങ്ങൾ വിക്ഷേപണത്തിന്റെ തയ്യാറെടുപ്പുകൾ കണ്ടെത്തിയിരുന്നുവെന്നും ദക്ഷിണ കൊറിയൻ സൈന്യം പറഞ്ഞിട്ടുണ്ട്. ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം ജപ്പാനും സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് മിസൈൽ പതിച്ചതെന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുമാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനൈ തകിച്ചി അറിയിച്ചത്. മിസൈൽ പരീക്ഷണത്തെ പിന്തുണച്ചുകൊണ്ട് റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. ഉത്തര കൊറിയയിലെ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ സുരക്ഷ ഉറപ്പിലാക്കാനും അതിനായി നടപടികൾ സ്വീകരിക്കാനുമുള്ള നിയമാനുസൃതമായ അവകാശത്തെ മാനിക്കുന്നു എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത്. അതേസമയം ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണത്തെ അങ്ങേയറ്റം പൊറുക്കാനാവാത്തത് എന്നാണ് US വിശേഷിപ്പിച്ചത്. ജർമ്മനിയും മിസൈൽ പരീക്ഷണത്തെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ ദക്ഷിണ കൊറിയൻ സന്ദർശനത്തിനിടെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സന്നദ്ധത അറിയിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയ്ക്കായി മേഖലയിലേക്ക് വീണ്ടും എത്താൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിരുന്നതാണ്. അതിനിടെ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ദക്ഷിണ കൊറിയൻ തീരത്തേക്ക് US വിമാനവാഹി കപ്പലയച്ച സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ. ഇപ്പോൾ സംഭവത്തെ അപലപിച്ച ഉത്തര കൊറിയൻ പ്രതിരോധ മന്ത്രി നോ ക്യോങ് ചോൾ കൂടുതൽ ആക്രമണാത്മകമായ നടപടികൾ സ്വീകരിക്കുമെന്നും ദക്ഷിണ കൊറിയയ്ക്കും USനും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. സുരക്ഷ ശക്തമാക്കുകയും സമാധാനം സംരക്ഷിക്കുകയും ചെയ്യുക എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കളുടെ ഭീഷണിക്ക് എതിരെ കൂടുതൽ ആക്രമണാത്മകമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞതായും കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കിഴക്കൻ തീരത്തു നിന്നും കടലിലേക്ക് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ ഉത്തര കൊറിയ വിക്ഷേപിച്ചതും അതിനിടെ ഈ പരീക്ഷണത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ മന്ത്രിയുടെ മുന്നറിയിപ്പും ഉണ്ടായിരിക്കുന്നത്. അതേസമയം സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ കടന്നുകയറ്റങ്ങളെയും ഉത്തര കൊറിയയെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നതായി കണക്കാക്കി ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. തങ്ങളോട് USനുള്ള ശത്രുത മുൻപ് തന്നെ മനസ്സിലായിട്ടുള്ളതാണ്. അതിനോട് എന്നും പ്രതികരിക്കുമെന്നും മന്ത്രി ഊന്നി പറഞ്ഞു. നേരത്തെ സൈബർ കുറ്റകൃത്യങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ചുകൊണ്ട് 8 ഉത്തര കൊറിയൻ പൗരന്മാർക്കും 2 സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക നടപടിക്ക് അനുമതി നൽകിയിരുന്നു. പിന്നാലെ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ദക്ഷിണ കൊറിയയിൽ സന്ദർശനവും നടത്തിയിരുന്നു. ഉത്തര കൊറിയയുടെ ആക്രമണങ്ങളെ തടയുന്നതിൽ ഊന്നിയായിരിക്കും US ദക്ഷിണ കൊറിയൻ സഖ്യമെന്ന ഹെഗ്സെത്ത് പറഞ്ഞിരുന്നതുമാണ്. ഇതിനിടെയാണ് ഉത്തര കൊറിയ വെള്ളിയാഴ്ച പുതിയ മിസൈൽ പരീക്ഷണം നടത്തിയത് എന്നതും പ്രത്യേകതയാണ്. രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് US ദക്ഷിണ കൊറിയൻ പ്രതിരോധ മേധാവികൾ നടത്തുന്ന സന്ദർശനത്തെയും ഉത്തര കൊറിയൻ പ്രതിരോധ മന്ത്രി എതിർത്തിരുന്നതാണ്. ഇരു രാജ്യങ്ങളും ആണവ പരമ്പരാഗത ആയുധ സേനകളെ സംയോജിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണ കൊറിയയിലെ ബുസാൻ നഗരത്തിന്റെ തീരത്തേക്കാണ് US വിമാനവാഹിനി കപ്പലെത്തിയത്. അതിനോടൊപ്പം തന്നെ സ്ട്രൈക്ക് ഗ്രൂപ്പിനെയും US അയച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയൻ സേനയ്ക്കൊപ്പം ചേർന്ന ഫ്രീഡം ഫ്ലാഗ് എന്ന പേരിൽ വലിയ തോതിലുള്ള സൈനികാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് USന്റെ നടപടികൾ. ഇത്തരത്തിൽ അമേരിക്കയും ഉത്തര കൊറിയയും തമ്മിൽ ഒരു ഒളിപ്പോര് അല്ലെങ്കിൽ തുറന്ന പോര് തന്നെ ഇപ്പോൾ നടക്കുകയാണ്.